أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. الحمد لله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമ് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുന്നല്ലേ. അൽഹംദുലില്ലാഹ്. കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാനും അള്ളാഹുവിന്റെ കലാമ് പഠിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മള് അൽഹംദുലില്ലാഹ് സൂറത്തുൽ മുൽക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഏകദേശം 12-ലധികം ആയത്തുകൾ അല്ലെ, 13 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് 14-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞ ഓരോ ആയത്തുകളും നമ്മളുടെ ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ അടുത്തറിഞ്ഞ് റബ്ബിന്റെ ഇഷ്ടദാസന്മാരായി, റബ്ബ് ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാരും പരിശ്രമിക്കുക. എന്ന് പറഞ്ഞാല് വെറും പരിശ്രമം മാത്രം പോരാ, പ്രാർത്ഥനയും അല്ലെ, പ്രാർത്ഥന മാത്രം പോരാ, പരിശ്രമം, അങ്ങനെ എല്ലാം കൂടി വേണം. എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ലപോലെ പ്രാർത്ഥിക്കുക, ഒരുപാട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിസ്കാരത്തിലും നിസ്കാരത്തിന് ശേഷവും നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഹിദായത്തിന്റെ വിഷയത്തിൽ അത് നിലനിർത്തി കിട്ടാനും അത് മരണം വരെ നമുക്ക് കാത്തു സൂക്ഷിക്കാനും മരണാനന്തരം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും വരെ അള്ളാഹു നമ്മളെ ഹിദായത്തിലായിക്കൊണ്ട് തന്നെ നിലനിർത്താനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ സന്മാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നവരാണ്. അത് പാരായണം ചെയ്യുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുമ്പോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഓതുമ്പോ അള്ളാഹിനോട് പറയണം, അള്ളാഹു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ നേർവഴിയിലാക്കണേ റബ്ബേ എന്ന് പറയുമ്പോ ആ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്താനും വഴി തെറ്റിപ്പോകാതിരിക്കാനും നിരന്തരം നമ്മളെ ഈമാൻ പുതുക്കി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കാനും പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിച്ച ആൾക്കാരുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം അല്ലെ. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? തഖ്വ എന്നുള്ളത്, അള്ളാഹുവിനെ ആദർശമായ രീതിയിൽ ഭയപ്പെടുക എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞത്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ എന്തൊന്ന് രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നമ്മളെ ഖൽബുകളിലുള്ള ഹൃദയങ്ങളിലെ എന്താ പറയാ ചിന്തകൾ പോലും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് എല്ലാരിൽ നിന്നും നമുക്ക് പലതും നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും, മറച്ചു വെക്കാൻ കഴിയും. ആരും അറിയാതെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാത്തതായിട്ട് ഒന്നുമില്ല അല്ലെ. ഒരു മരത്തിലെ ഒരു ഇല പൊഴിയുമ്പോ അത് റബ്ബ് അറിയുന്നുണ്ട്. ഈ ലോകത്ത് എത്ര മരങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കുക, എത്ര മരങ്ങളുണ്ട്, ആ മരങ്ങളിലൊക്കെ എത്ര ഇലകളുണ്ട്. ആ ഇലകളിൽ നിന്ന് എത്രമാത്രം ഇലകൾ കൊഴിയുന്നുണ്ട്. ആ ഇല
ഈ ഒരു മരത്തിൽ നിന്ന് കൊഴിയുമ്പോൾ ആ ഇല കൊഴിയുന്ന സമയത്ത് അത് മേലിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അത് എത്ര തവണ മറിയണം, തിരിയണം, എന്നിട്ട് നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ അത് നിലത്ത് തട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നും എത്ര മൺതരികൾ മാറി നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ റബ്ബിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാല്ലേ, അത്രമാത്രം അള്ളാഹു അറിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ശരിക്കും ആ ഒരു കാര്യം പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് പോയത് പുളിയില്ലേ, പുളിമരത്തിലെ ഇലകളെ കുറിച്ചായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് ഒരു വലിയ പുളിമരം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പുളി ഉണ്ടാവും. അപ്പൊ ഞങ്ങളിങ്ങനെ കാറ്റടിക്കുമ്പോ പോയി പെറുക്കുന്ന ഒരു കുഞ്ഞു കാലഘട്ടം ഉണ്ടായല്ലോ. അതിങ്ങനെ ഞാൻ ഓർത്തുപോയി. സുബ്ഹാനല്ലാഹ്. അന്നേരം നല്ല കാറ്റടിക്കുമ്പോണ്ടല്ലോ, മഴ പെയ്യുന്ന പോലെ ഈ ഇലകൾ ഇങ്ങനെ തുരുതാ വീഴുന്നു. നല്ല രസമായിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നല്ല വൃത്തികേടായിരിക്കും. ആ നിലം കാണാത്ത വിധത്തില് ഇലകൾ ഇങ്ങനെ കുഞ്ഞു കൂടിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതിലെ ഇല എന്ന് പറയുന്നത് വളരെ കുഞ്ഞ ഇലയാണ് അല്ലെ. അങ്ങനെയുള്ള അത്രമാത്രം ഇലകൾ ആ മരത്തിൽ തന്നെ വീഴുന്ന. സുബ്ഹാനല്ലാഹ്. എന്റെ ചിന്ത ഞാൻ പറയുന്നതാണ്, അത് ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ലോകത്ത് കോടാനുകോടി വൃക്ഷങ്ങളുണ്ട് അല്ലെ, കോടാനുകോടി വൃക്ഷങ്ങള്, അതിലൊക്കെ ഒരുപാട് ഇലകളുണ്ട്, അതൊക്കെ പൊഴിയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിലെ ഓരോ ഇലകൾ കൊഴിയുന്ന പോലും അള്ളാഹുവിന്റെ അറിവോട് കൂടി അല്ലാതെ ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അറിവ് എത്രയാ, അള്ളാഹുവിന്റെ കഴിവ് എത്രയാ, അള്ളാഹുവിന്റെ വലിപ്പം എത്രയാ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതിയതിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅസിറൂ ഖൗലകും അവ ജഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം അല്ലെ. ഇലകളെ കാര്യം മാത്രമല്ല, ഓരോന്നും ചിന്തിക്കണം. ഈ ലോകത്തുള്ള ജീവജാലങ്ങളെ കുറിച്ച് മുഴുവനും നിങ്ങൾ ചിന്തിക്കണം. ഓരോ പ്രാണികളെ കുറിച്ച്, ഓരോ പാറ്റകളെ കുറിച്ച് അല്ലെ, ഓരോ ശലഭങ്ങളെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. ഓരോന്നിനും അല്ലാഹു തആല അല്ലദീ ഖലഖ ഫസവ്വാ അല്ലെ, ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിന് മാർഗദർശനം നൽകുന്നവനാണ് നമ്മളെ റബ്ബ്. നമ്മള് എല്ലാ ദിവസവും വിത്ർ നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ അഅല പാരായണം ചെയ്യാറില്ലേ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അത് പറയുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. എന്താ കാരണം? അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലേ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമം നീ പ്രകീർത്തിക്കുക, തസ്ബീഹ് ചെയ്യുക റബ്ബിന് വേണ്ടിയിട്ട്. ആ റബ്ബിനെ നമ്മള് മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ ഈ കുദ്റത്തുകൾ ഓർത്ത് അല്ലെ. കടലിലെ മത്സ്യങ്ങൾ എത്രയാ, ഒന്ന് ആലോചിച്ചു നോക്ക്. അതിനൊക്കെ അള്ളാഹു റിസ്ക് നൽകുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലെ, ഇപ്പൊ നമ്മളെ നാട്ടിൽ കുഞ്ഞുമത്തിന്റെ സീസൺ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ അങ്ങനെ ഓരോന്നും കാണുമ്പോ റബ്ബിനെ കുറിച്ച് ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കുറച്ചു മുമ്പ് മത്തിക്ക് വില കൂടിയപ്പോ 300, 350 കൊടുത്തിട്ട് മത്തി വാങ്ങാൻ ഭയങ്കര പെടച്ചിലായിരുന്നില്ലേ? കാരണം ഇപ്പൊ 50 രൂപയ്ക്ക് നമുക്ക് 2-3 കിലോ ഒക്കെ മത്തി കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ല. ഈ മത്സ്യങ്ങൾ അത്രയും ഈ ചാകരയായിട്ട് ഈ കടലിൽ ഇങ്ങനെ അല്ലെ എത്ര എത്ര കോരി 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 മനുഷ്യനെടുക്കുന്നു. ഈ കോടാനുകോടി മനുഷ്യന്മാർ അത്രയും തിന്നുന്നില്ലേ മീന്? എന്നിട്ട് ഈ കടലിലെ മീൻ തീർന്നു പോകുന്നുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ഉദാഹരണം വെറുതെ നിങ്ങളെ മനസ്സിൽ ഇട്ടിരുന്നാണ്. അള്ളാഹു അറിയാത്തതായിട്ടൊന്നുമില്ല നമ്മളെ മനസ്സിൽ. അത് ഉറപ്പിക്കണം, എപ്പോഴും നമ്മൾ ഉറപ്പിക്കണം. എല്ലാം അള്ളാഹു അറിയും. എന്നിട്ട് അള്ളാഹു തആല വീണ്ടും നമ്മളോട് പറയാൻ, അലാ അലാ യഅലമു, അറിയുകയില്ലേ, അവൻ അറിയാതിരിക്കുമോ? എന്താ ചോദിക്കുന്നത്? അറിയാതിരിക്കുമോ? അവൻ എന്തെങ്കിലും അറിയാതിരിക്കുമോ? മൻ ഖലഖ അല്ലെ. മൻ ഖലഖ എന്ന് പറഞ്ഞാല് സൃഷ്ടിച്ചവൻ, അതായത് അവൻ സൃഷ്ടിച്ചവരെ. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവനാകട്ടെ അൽ ലത്തീഫാണ്. ലത്തീഫാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതായത് നിഗൂഢമായതിനെ, സൂക്ഷ്മമായതിനെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അൽ ഖബീറാണ്. അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനി.
ലത്തീഫുൻ ഖബീർ അല്ലെ. ലത്തീഫും ഖബീറും അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഒരു 2 നാമങ്ങളാണ്, വിശേഷണങ്ങളാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും, അതിനാണ് ഞാൻ ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഓരോന്നും സൂക്ഷ്മമായി അറിയുന്നവനാണ്, അതിസൂക്ഷ്മമായി അറിയുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കണ്ട അല്ലെ, ആരും ഒന്നും അറിയുന്നില്ല, നമ്മൾ രക്ഷപ്പെട്ട്, അങ്ങനെ നമ്മൾ ആരും വിചാരിക്കണ്ട. എല്ലാം 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 അറിയുന്നവനാണ് ആര്? അള്ളാഹു. നമ്മളെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന വിചാര വികാരങ്ങൾ പോലും റബ്ബിനറിയാം. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അള്ളാഹു എത്രയോ വലിയവനാണ്. സുബ്ഹാനല്ലാഹ്. ആ റബ്ബിനെ നമുക്ക് ശരിക്കും അറിയാൻ, മനസ്സറിഞ്ഞ് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, ആ റബ്ബിനെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടത്തോടെ അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ എപ്പോഴും അല്ല, പലപ്പോഴും യാന്ത്രികമായി പോകുന്നുണ്ടല്ലേ. ശരിക്കും റബ്ബിനെ അറിയാതെ നമ്മൾ ഇങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ വളർന്നത് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി വളർന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഖുർആൻ ഓതുന്നവരാണ്, നമ്മൾ നിസ്കരിക്കുന്നവരാണ് അല്ലെ, നോമ്പെടുക്കുന്നവരാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? അത് നമ്മൾ അങ്ങനെയാണ്, ചെറുപ്പം മുതൽ നമ്മൾ അങ്ങനെയാ പഠിച്ചത് അല്ലെ, അങ്ങനെയാ നമ്മൾ വളർന്നത്. അത് നമുക്ക് ശീലമായി, അതൊരു ശീലമായി മാറി, വെറും ഒരു ശീലം മാത്രമായി മാറി. നമ്മളെ ഇബാദത്തുകൾക്കൊന്നും ശരിയായ ആസ്വാദനം നമ്മൾ കണ്ടെത്താതെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചാല് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവും, ഇല്ലെങ്കിൽ കുറ്റം കിട്ടും, പിന്നെ ശിക്ഷ ഉണ്ടാകും അല്ലെ, ഖബറിൽ ശിക്ഷ ഉണ്ടാകും, നരകത്തിലിടും. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഭയപ്പെട്ടിട്ട് അങ്ങനൊക്കെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതൊക്കെ ഒരു ഭാഗത്ത് വേണം. പക്ഷെ നമ്മുടെ ഇബാദത്തുകൾ നമ്മളെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിട്ട്, അള്ളാഹിനെ അത്രയും നമുക്ക് ഇഷ്ടം കൊണ്ട്, അള്ളാഹിനോടുള്ള ആ ഒരു ഹബ്ബ് അല്ലെ, മഹബത്ത്, സ്നേഹം, അങ്ങേറ്റം, എന്താ പറയാ, വുദ്, മവദ്ദത്ത്. അള്ളാഹു വദൂദാണ് അല്ലെ. നമ്മളെ റബ്ബ് നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയോ? നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനൊക്കെ ആയിട്ടും അള്ളാഹ് നമ്മളെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ, എന്തെല്ലാം വൃത്തികേട് നമ്മൾ പറയുന്നു, ചെയ്യുന്നു, കാണുന്നു. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ആ പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നുണ്ടാ? ഇവിടുന്ന് നമുക്കെന്താ, കുടിക്കാൻ വെള്ളം തരാതിരിക്കുന്നുണ്ടാ? നമുക്ക് ഭക്ഷണം തരാതിരിക്കുന്നുണ്ടാ? നമുക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു തരാതിരിക്കുന്നുണ്ടാ? ഒന്നുമില്ലല്ലേ. നമ്മളെ സുഖാനുഗ്രഹങ്ങളിൽ ഇങ്ങനെ വിഹരിക്കാണ്. സുബ്ഹാനല്ലാഹ്. എത്ര കാരുണ്യവാനാണ് അല്ലെ. ഇടയ്ക്കൊന്ന് പിടിക്കല്ല, നമ്മളൊന്ന് റബ്ബിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, റബ്ബിലേക്കൊന്ന് അടുക്കാൻ. എന്നാലും തിരിയൂല അല്ലെ, എന്നാലും തിരിയൂല. നമുക്ക് നേരെ വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മളെ റബ്ബിനെ നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാ, നമ്മളെ വിളി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ, നമ്മളെ പ്രാർത്ഥന അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ, നമ്മള് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയാ. പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലെ. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മളെ റബ്ബിനാ അല്ലെ. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നമ്മളെ അറിയൂ, നമ്മളെ നന്നായിട്ട് അറിയൂ. വേറെ ആരെയും, നമ്മളെ ഉമ്മാക്ക് നമ്മളെ അറിയാൻ കഴിയോ? നമ്മളെ ഉമ്മാക്ക് നമ്മളെ എത്രത്തോളം അറിയാം? കുറച്ചൊക്കെ അറിയണ്ടാവൂലേ. പിന്നെ ആർക്കാ നമ്മളെ അറിയുക? നമ്മളെ ഭർത്താവിന് നമ്മളെ അറിയാല്ലേ. പക്ഷെ എത്രത്തോളം അറിയാം? അതിനൊരു പരിധി ഉണ്ട് അല്ലെ. നമ്മളെ മക്കൾക്ക് നമ്മളെ അറിയാം, പക്ഷെ അതിനൊരു പരിധി ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളുടെ മനസ്സിലുള്ളത് പോലും അറിയുന്ന അല്ലെ, നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആ റബ്ബ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല. സുബ്ഹാനല്ലാഹ്. അവനെല്ലാം അറിയുന്നുണ്ട്. അത് നമ്മൾ അറിയണം എന്നാ അല്ലാഹു തആല പറയുന്നു. അറിയുക അല്ലെ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ റബ്ബ്, നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനായ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുകയില്ലേ? നമ്മളോട് ചോദിക്കും. നമ്മൾക്ക് ചിന്തക്കൊരു വക ഇട്ട് തരാം.
എന്താ ഒന്നും ഓന് അറിയുന്നില്ല എന്നാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചോദ്യ. നമ്മളങ്ങനെ വിചാരിക്കുന്നല്ലേ, ഒന്നും അറിയുന്നില്ല, നമ്മളിങ്ങനെ നല്ല സുഖലോലുപതയിലാണുള്ളതില്, നമ്മളൊന്നും എന്താ പറയാ നമ്മളൊരു വിഷമം അറിയുന്നില്ല. അല്ലാഹു അക്ബർ. അറിയണം, നമ്മൾ അറിയണം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല എന്താ പറയുന്ന അറിയോ? നമ്മൾ സൂറത്തുൽ ബഖറയിൽ നമ്മളോട് അല്ലാഹു തആല നിങ്ങൾ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണല്ലേ, യാ അയ്യുഹന്നാസ് ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആ റബ്ബ് നമ്മളോട് പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ നിങ്ങളെ റബ്ബിനെ നിങ്ങൾ അറിയൂലേ അല്ലേ? എല്ലാം അറിയൂലേ? ഒന്നും അറിയാതിരിക്കൂല മക്കളെ, എല്ലാം റബ്ബ് അറിയുന്നുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തരാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 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 നമുക്ക് അറിയിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടൊക്കെ മുൻകടന്ന് നിൽക്കേണ്ടത് തഖ്വയാണ്. തഖ്വ എന്നുള്ളത് നമ്മളെ ജീവിതത്തില് എല്ലാ മേഖലകളിലും ഉണ്ടാവേണ്ടതാണ്. എല്ലാ മേഖലകളിൽ എന്ന് പറഞ്ഞാല് എല്ലാ മേഖലകളിലും. നമ്മളുടെ ബദ്ധശത്രുവായ പിശാച് നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തി നമ്മളുടെ തഖ്വയെ ഇല്ലാതാക്കും. സൂക്ഷിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ടായില്ലേ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിലാണോ? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. നമ്മൾ ജാഗ്രത പാലിക്കണം എപ്പോഴും. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇടയ്ക്ക് പറയണം. അള്ളാഹിനോട് നമ്മൾ കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം പിശാചിൽ നിന്ന്, പൈശാചികതകളിൽ നിന്ന്, നമ്മളെ തൊട്ടും നമ്മുടെ മക്കളെ തൊട്ടും വരും തലമുറകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഹുവല്ലദീ അവനത്രേ അവനാണ്. എന്താണ്? ജഅല ലക്കും നിങ്ങൾക്ക് ആക്കി തന്നു. എന്ത്? അൽ അർദ ഭൂമിയെ അവനാക്കി തന്നു. എന്ത്? ദലൂലൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാ നിലക്കും അതിനെ പാകപ്പെടുത്തി തന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഭൂമിയെ കുറിച്ച്? ചിന്തിക്കണം കേട്ടോ. അള്ളാഹ് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആയത്തിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ ഭാഗങ്ങളും നമ്മളെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല പറയുന്ന കാര്യങ്ങളാണ്. ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ചിന്തക്ക് വകകൾ, അതിനിടയിൽ വലിയ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, പിന്നെ സന്തോഷ വാർത്ത ഒക്കെ നമുക്ക് തന്ന്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു തആലയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. അള്ളാഹു ആരാന്നറിയോ? നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും നിങ്ങളെ രഹസ്യമാക്കുന്നതും നിങ്ങളെ പരസ്യമാക്കുന്നതും എല്ലാം നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ റബ്ബിനെ അറിയാം. എല്ലാം നിഗൂഢമായതും ഗൂഢമാക്കിയതും ഒളിപ്പിച്ചതും എല്ലാം റബ്ബിനറിയാം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അവൻ ആരാന്നറിയോ? അവൻ നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി തന്ന് എല്ലാ നിലക്കും. നിങ്ങൾ ചിന്തിക്കില്ലേ? സുബ്ഹാനല്ലാഹ്. ഞാൻ പണ്ടേ ഈ ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഭൂമിന്റെ കാര്യം. കാരണം പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിക്കുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് അല്ലേ. ഭൂമി ഉരുണ്ടത് തന്നെയാണ്. പക്ഷെ എനിക്ക് എത്രയായിട്ട് എനിക്കതൊരു വിശ്വാസം വരാത്ത പോലെയാ. സുബ്ഹാനല്ലാഹ്. അത് ഇപ്പഴല്ല കേട്ടോ, അന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ എനിക്ക് വെറുതെ പറയുന്നതായിരിക്കും. കാരണം അങ്ങനെ നമുക്ക് ഫീലിംഗ് തോന്നുന്നേ ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷെ പിന്നീട് ഇതിന്റെ പഠനങ്ങൾ കൂടുതലായിട്ട് അറിയുമ്പോ, ഇതിന്റെ വിസ്തൃതി, ഇതിന്റെ അല്ലെ വലിപ്പം, അതെല്ലാം കൂടി അറിയുമ്പോ, പിന്നെ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിയുമ്പോ, അപ്പോഴേ എനിക്കതൊരു വിശ്വാസം വന്നിട്ടുണ്ടായിട്ടുള്ളൂ. അള്ളാഹ്ക്ക് കഴിയും ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാൻ. അല്ലാതെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്നൊക്കെ അല്ലേ നമുക്ക് പഠിപ്പിക്കുന്നത് സ്കൂളിൽ നിന്ന്. ചലക ഫലക സിദ്ധാന്തം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ബിഗ് ബാങ് തിയറി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെ, എന്തെല്ലോ നമ്മൾ പഠിച്ചു വെച്ചിന്. അല്ലാഹു അക്ബർ. അതൊക്കെ മനുഷ്യന്മാരെ ഓരോരോ അല്ലേ ചിന്തകളും കണ്ടുപിടുത്തങ്ങളും. സുബ്ഹാനല്ലാഹ്. അതൊന്നുമല്ല, അതിനപ്പുറം നമ്മളെ റബ്ബിന്റെ കഴിവ്, ഖുദ്റത്ത്. സുബ്ഹാനല്ലാഹ്. അതാ പറയുന്ന അല്ലാഹു തആല ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു തആല വിധേയമാക്കി തന്നു. എന്തെല്ലാം തരത്തില് അല്ലേ. ചിന്തിച്ചു നോക്ക്, എത്ര ഗ്രഹങ്ങളുണ്ട്, എത്ര ഗോളങ്ങളുണ്ട്. ഈ എന്താ പറയാ,
സൗരയുധം നമ്മൾ പഠിച്ചിട്ടില്ലേ? സുബ്ഹാനല്ലാ. അതില് ജീവന്റെ തുടിപ്പുള്ളത് ഈ ഭൂമിയിൽ മാത്രമാണ്. സുബ്ഹാനല്ലാ. ഭൂമി നമുക്ക് എല്ലാ നിലക്കും പരിശുദ്ധ ഖുർആനില് ഭൂമിയെ കുറിച്ച് പറയുമ്പോ അല്ലെ, ഫിറാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മഹദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് എല്ലാ നിലക്കും അല്ലാഹു തആല ഭൂമിയെ വിധേയപ്പെടുത്തി തന്നു. നമുക്ക് യാത്ര ചെയ്യാൻ, അല്ലെ, നമുക്ക് നടക്കാൻ, കിടക്കാൻ, കൃഷി ചെയ്യാൻ, ഉല്ലസിക്കാൻ, ആനന്ദിക്കാൻ, കൺകുളിർമയുള്ളതാക്കാൻ. സുബ്ഹാനല്ലാ. എന്നിട്ട് അല്ലാഹു തആല എന്താ പറയുന്നത്? ഫംഷൂ, അതുകൊണ്ട് നീ നടന്നുകൊള്ളു, സഞ്ചരിക്കാൻ, ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ. ഫീ മനാകിബിഹാ, അതിന്റെ തോളില്. മൻകിബ് എന്ന് പറഞ്ഞാല് ഈ നമ്മളെ തോളില്ലേ, ഷോൾഡർ, അതിനാ പറയാ. ഉപരിതലത്തിലൂടെ, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നീ നടക്ക്, സഞ്ചരിക്ക്, എല്ലാം കാണു, ല്ലേ. എന്നിട്ട് നീ തിന്ന്, നീ തിന്ന്, ല്ലേ, ഭക്ഷിക്കുകയും ചെയ്യുവിൻ. മിൻ റിസ്ഖിഹി, അവന്റെ ആഹാരത്തിൽ നിന്ന്, ഉപജീവന മാർഗത്തിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. സുബ്ഹാനല്ലാഹ്. വ ഇലൈഹിൻ നുശൂർ. ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല നമ്മളെ റിസ്ക് അന്വേഷിച്ച് ഇവിടെ എന്താ പറഞ്ഞറിയാം? ഫംഷു, വെറും ഒരു നടത്തം, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നടത്തം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഇത് ഒരു വേഗതയാണ്, അല്ലെ. പരിശുദ്ധ ഖുർആനില് വേറെയും ചില കാര്യങ്ങളുണ്ട്. അതായത് നിസ്കാരത്തിന്റെ കാര്യത്തില് സൂറത്തുൽ ജുമുഅയില് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവിടെ അള്ളാന്റെ ദിക്റിലേക്ക്, അള്ളാന്റെ സ്മരണയിലേക്ക്, നിസ്കാരത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരുവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്ഔ, ഓടിവാ. ഓടുക, അല്ലെ. സഅയ് നമ്മൾ കേട്ടിട്ടില്ലേ? സഅയ്, സഫാ മർവക്കിടയിൽ നടത്തുന്ന സഅയ്, അതൊരു ഓട്ടമാണ്, അല്ലെ. ഹജറ ബീവി ഓടിയ ആ ഓട്ടം. സുബ്ഹാനല്ലാഹ്. അതുപോലെ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ ഓട്. നിസ്കാരത്തിന്റെ വിളി വന്നാല് അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്താക്കണം? വേഗത്തിൽ പോകണം, ധൃതിപ്പെട്ടു പോകണം. അതുപോലെ വേറൊരു വേഗതയാണ് സൗദിയിലൊക്കെ പോയ ആൾക്കാർക്ക് ഈ വാക്ക് ചിലപ്പോ പരിചയം ഉണ്ടാവും. അവിടെ ചെന്നാൽ ഇങ്ങനത്തെ വാക്കുകൾ പറയാം, സുറ, വേഗം വേഗം വേഗം. അങ്ങനെ പോകാൻ വേണ്ടിട്ട് പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കേൾക്കാം. കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് തരിക് ഇങ്ങനെ കേൾക്കും, അല്ലെ. കുറെ അറബി വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ പറയുന്നത് സുറാണ്, ശരിയാണ്. അതിവേഗതയിലാണ്, അമിതമായ വേഗതയിൽ. എന്താ പറയാ, സ്പീഡ്, വളരെയധികം സ്പീഡിൽ പോകുന്നതിനാണ് സാരിഉ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് അല്ലാഹു തആല? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധൃതിയല്ല, വളരെ സ്പീഡിലും, അമിതമായ സ്പീഡിലും, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു. അതിനൊരു അമാന്തം കാണിക്കണ്ട, അല്ലെ. ജെറ്റിൽ പോണം, ജെറ്റ് എയർവേസിൽ പോണം. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളിലേക്ക് വരാം. നമ്മളെങ്ങനെയാന്ന്? നമ്മളെ ഓട്ടം എങ്ങോട്ടാന്ന്? നമ്മൾ ജെറ്റിൽ എന്തിലേക്കാ പോക്ക്? എന്ത് കാര്യത്തിനാ നമ്മൾ ഓടല്? സുബ്ഹാനല്ലാഹ്, അല്ലെ. നമ്മളെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക്. ദുനിയാവിലെ റിസുക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര വേഗതയാണ്, അല്ലെ. നല്ല സ്പീഡാണ്. അതിനു വേണ്ടിട്ട് നമ്മൾ ഓട്ടം തന്നെ, ഓട്ടം തന്നെ. എല്ലാരും എന്തിനാ ഓടുന്നേ? എല്ലാരും ഇതിന് തന്നെ ഓടുന്നല്ലേ. ആരും കുറ്റം പറയണ്ട, നമ്മളെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു നോക്ക്. നമ്മളെ ഓട്ടം എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇത്രയധികം നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാ? ദുനിയാവിന്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പള്ളിയിൽ ബാങ്ക് കേട്ടാലോ നമ്മൾ ഓടുന്നുണ്ടാ? നമ്മളെ മക്കളെ ഓടിക്കുന്നുണ്ടാ? ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണം. ഓക്കെ. ചിലപ്പോ ബാങ്ക് കൊടുത്താലേക്കും ചില ആൾക്കാർക്ക് പണിയെടുക്കാൻ ഭയങ്കര ഉഷാറ്.
ഭയങ്കര അത് കഴിയട്ടെ ഇത് കഴിയട്ടെ അതും ചെയ്യട്ടെ ഇതും ചെയ്യട്ടെ എന്ന് വിചാരിക്കും. ശരിക്കും ഇബിലിസിന്റെ കളിയാണ് കേട്ടാ. അങ്ങനെ എന്തെങ്കിലും ചിന്ത വരുമ്പോ അവിടെ ഇട്ടേച്ചിട്ട് പോയി കളയണം. അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം ലേറ്റ് ആക്കാൻ പാടില്ല. ബാങ്ക് കൊടുത്ത കേട്ടാല് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പറയുന്നത് എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോടൊത്ത് സല്ലപിച്ചിരിക്കുമ്പോ പോലും ബാങ്ക് വിളിക്കുന്ന കേട്ടാല് അന്നേരം സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് അവർ അപരിചിതരെ പോലെ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന പറയും. ബാങ്കിന്റെ വിളി അവര് മഹ്ശറയിലെ പരലോകത്തെ വിചാരണക്ക് വേണ്ടി വിളിക്കുന്ന വിളിയായിട്ടാണ് അവർ കാണുന്നതെന്ന്. അതുപോലെയാണ് അവർ ബാങ്ക് വിളിക്കുമ്പോ എല്ലാ ദുനിയാവിന്റെ എല്ലാം ഇട്ടിട്ട് അവര് ഓടും അള്ളാഹുലേക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മളോ അള്ളാഹുലേക്ക് ഫഫിറൂ ഇലല്ലാഹ് എന്ന് പറഞ്ഞല്ലേ, അള്ളാഹുലേക്ക് നീ ഓടിയെടുക്ക്. നമ്മളോ ഓടുന്നത് എന്തിനാ? അല്ലാഹു അക്ബർ. എന്നാ ദുനിയാവിന്റെ കാര്യത്തിൽ അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി. അള്ളാന്റെ റിസ്ക് തേടിട്ട് നീ നടന്നോന്നാ പറഞ്ഞെ, മെല്ലെ നടന്നോന്നാ പറഞ്ഞെ. അങ്ങനെ മതി, അത്രേ വേണ്ടു പരിശ്രമം. അത് അള്ളാഹ് നമുക്ക് തരും, തരാതിരിക്കൂല. ഓരോരാൾക്ക് കണക്കാക്കിയ റിസ്ക് അത് നമുക്ക് എന്തായാലും കിട്ടും. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ല്ലേ, നഹ്നു നർസുഖുക്കും വ ഇയ്യാക്കും. അവർക്കും നിങ്ങൾക്കും ഒക്കെ റിസ്ക് ഞാൻ തരും. റിസ്കിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തതാ. നമ്മളെ ഏൽപ്പിച്ചത് റിസ്കിന്റെ കാര്യമല്ല അള്ളാഹ് ഏൽപ്പിച്ചത്. നമ്മളോട് അള്ളാഹ് റിസ്കിന്റെ കാര്യം ഏൽപ്പിച്ചിട്ടില്ല. ശരിക്കും ഒരു മക്കളെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ഉത്തരവാദിത്തം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവരെ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുത്ത് നല്ല തടിച്ച് കൊഴുപ്പിച്ച് വളർത്തുക എന്നുള്ളതല്ല. ശരിക്കും അവർക്ക് നമ്മൾ ഇസ്ലാമികമായ ശിക്ഷണം കൊടുക്കുക, ഇസ്ലാമികമായ രീതിയിൽ വളർത്തുക, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ദീനിപരമായിട്ട് മക്കളെ വളർത്തുക, അതിൽ മുന്നേറി കൊണ്ടുവരാ. ഇതാണ് നമ്മളെ ബാധ്യത. നമ്മള് മദ്രസക്ക് എത്ര സ്ഥാനം കൊടുക്കുന്നേ? എന്തായാലും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അത്ര പ്രാധാന്യം മതവിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നില്ല അല്ലെ. സമയം തന്നെ നിങ്ങൾ നോക്കിക്കോ, സമയം നോക്കിക്കോ. 24 മണിക്കൂറുള്ള ഒരു ദിവസം നമ്മൾ മക്കളെ മദ്രസയിൽ എത്ര മണിക്കൂർ പറഞ്ഞേക്കുന്നു, സ്കൂളിൽ എത്ര മണിക്കൂർ പറഞ്ഞേക്കുന്നു. അതൊന്നും ഇനി മാറ്റം വരുത്താനൊന്നും കഴിയൂല അല്ലെ. ടീച്ചർ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വെറുതെ ചിന്തിക്കാൻ വേണ്ടി ഒന്ന് ഇടുന്നതാണ്. മദ്രസയിൽ ഇപ്പം ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. എന്റെ മോള് മദ്രസയിൽ പോകുന്നുണ്ട്. പക്ഷെ എല്ലാ ദിവസവും മദ്രസയാണ്. പക്ഷെ രാവിലെ 6:30 to 7:30 1 മണിക്കൂർ. സ്കൂളിൽ ഇവിടുന്ന് ഒരു 9:15 പോകും. 10 മണി സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 4 മണി വരെ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ നിങ്ങളെ ആരും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ എന്റെ കാര്യം തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെയല്ലേ നമ്മളെ അവസ്ഥ? ചിന്തിച്ചു നോക്കിയട്ടെ. അതങ്ങനെ ആയി, നമ്മളെ നാടുകളിൽ അങ്ങനെ ആയി മാറി അല്ലെ. ഇങ്ങനെയല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മതപഠനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഫുള്ളും അല്ല കേട്ടോ. കുറച്ച് മണിക്കൂർ, ഒരു 2 മണിക്കൂറോ കൂടിപ്പോയ 3 മണിക്കൂർ. ചിലപ്പോ ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുന്നവരുണ്ടാവും. അതെല്ലാം ഓക്കെ, ഓരോരുത്തരുടെ സാഹചര്യങ്ങള് അത് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് എല്ലാം ഒക്കെ ശരി തന്നെ. പക്ഷെ അവിടെ നമ്മള് കുട്ടികളെ മദ്രസ അയച്ചിട്ട് നമ്മളെ ബാധ്യത തീർക്കാൻ പാടില്ല. നമ്മളെ വീട്ടില് അല്ലെ മഗ്‌രിബ് കഴിഞ്ഞാല് ഇശാ കഴിഞ്ഞാല് ദീനപരമായ ഖുർആൻ പാരായണം, ദിക്റുകള്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുട്ടികളെ ഇൻവോൾവ് ആക്കണം നമ്മള്. അവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, സ്കൂള് വിട്ട് വന്ന ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നാല് പഠിപ്പ് എല്ലാം ഇതാണ് സ്കൂളിൽ തന്നെ. സ്കൂള് പരീക്ഷയായ പിന്നെ മദ്രസയിൽ പോലും അയക്കാത്ത മാതാപിതാക്കളുണ്ട്. മദ്രസയിൽ പഠിക്കാൻ പിന്നെ അയക്കൂല, സ്കൂള് പരീക്ഷയാണ്. ഇതെന്താ ഇങ്ങനെ ആയിപ്പോയതില്ലേ? അല്ലാഹു അക്ബർ. അള്ളാഹു താല നമ്മളോട് എന്താ പറഞ്ഞേ? എന്റെ ആയിഷ ഉണ്ട് ഇവിടെ. ആയിഷ പറയുന്ന സ്കൂൾ പരിചയം ഞാൻ മദ്രസയിൽ പോയി, അവള് മദ്രസയിൽ അയക്കാണ്ട് ഇന്ന തന്നെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ആ രീതിയിലാവുമ്പോ മക്കളും ആ രീതിയിൽ തന്നെ ആവാന്. ഇങ്ങനൊക്കെ ആണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും മദ്രസ ലീവാക്കിയിട്ട് നമ്മള് പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കിയാലില്ലേ, കുട്ടികൾക്കും ആ ഒരു ചിന്തയെ വരാം. ആ മദ്രസ പൊട്ട് സാരി, അത് പൊട്ട്. സ്കൂള് പിന്നെ പാഠം മനസ്സിലാവൂല, പോർഷൻസ് മനസ്സിലാവൂല അല്ലേ.
പല മാതാപിതാക്കളും ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് ഇമ്പോർട്ടൻസ് കൊടുക്കന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഭയം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹു അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ആർക്കും തരാതിരിക്കട്ടെ അല്ലെ. ദീൻ കൊണ്ട് അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല. നിങ്ങൾക്ക് അവൻ ഭൂമിയെ വിധേയമാക്കി തന്നിട്ടുണ്ട്. ഭൂമിയെ അവനാണ് നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് നീ അതിന്റെ ഉപരിതലത്തിലൂടെ, ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും ചെയ്യുക. വകുലൂ മിൻ റിസ്ഖിഹി, നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. വകുലൂ വഇലൈഹിൻ നുശൂർ, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പ്. നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. അവനിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന, എപ്പോഴും അള്ളാഹുവിലേക്കുള്ള ഒരു മടക്കം നമ്മൾ ചിന്തിക്കണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ പോലും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാകണം. അതായത് അള്ളാഹുവിനോട് ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ നമുക്ക് കീഴൊതുങ്ങാൻ കഴിയണം. അള്ളാഹുവിന്റെ തൃപ്തി, പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തിടുക്കം കാട്ടണം. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നമ്മൾ വ്യഗ്രത കാണിക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം എന്നാ പറയുന്നത്. അള്ളാഹുവിലേക്ക് നമുക്ക് ഈ ഒരു മടക്കം, നമ്മുടെ ചിന്ത ആ രീതിയിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ടത് എന്താ അറിയോ? അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത്. അതാ നമ്മളിപ്പോ പറഞ്ഞതെല്ലാം, ഊതിയതെല്ലാം അല്ലെ. അവൻ എന്താണ്? അവൻ ശക്തനാണ് അല്ലെ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാണ്ട് നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഒന്നും നേടാൻ കഴിയൂല. എല്ലാ നന്മകളും അള്ളാഹുവിന്റെ കയ്യിലാണ് അല്ലെ. ബിയദിക്കൽ ഖൈർ. പിന്നെ വജ്ജഹത്തു ഇല്ലേ, വജ്ജഹത്തു പ്രാരംഭ പ്രാർത്ഥനയായിട്ട് നമ്മളെല്ലാവരും കൂടുതൽ ആൾക്കാരും ഓതുന്നത് വജ്ജഹത്തു ആണ് അല്ലെ. അതായത് നിസ്കാരത്തിൽ കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് പിന്നെ വജ്ജഹത്തു ആണല്ലോ എല്ലാവരും ഓതുന്നത്. ശരിക്കും അതിന്റെ പൂർണ്ണ രൂപം പലർക്കും അറിയില്ല. നമ്മള് ആനമിനൽ മുസ്ലിമീൻ നിർത്തിയില്ലേ, അത്രയല്ല. അതിനെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനത് നമ്മൾ ഉച്ചക്കത്തെ ഗൂഗിൾ മീറ്റിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ പഠിച്ചിന്. ഇൻഷാ അല്ലാഹ് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ ആ ദുആ പഠിപ്പിച്ചു തരാം. കാരണം അത് വളരെ നല്ല ദുആണ്. അതില് ഒരുപാട് നല്ല അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യമായ കാര്യങ്ങളുണ്ട് അതിൽ വരുന്ന ഒരു വാക്കാണ് ബിയദിക്കൽ ഖൈർ. അവന്റെ കയ്യിൽ, നിന്റെ കയ്യില എല്ലാ നന്മ അള്ളാഹിന്റെ അടുത്താണ് എല്ലാം അല്ലെ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മളെ എന്താക്കണം? ഏൽപ്പിക്കണം. നമ്മൾ വരമേൽപ്പിക്കണം. അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണം. റജാ ഉണ്ടാകണം നമുക്ക് അല്ലെ. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോക്സിലുണ്ടാവും. അതില് അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ട ആ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകാന്? അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങണം. അള്ളാഹുവിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. അതുകൊണ്ട് وأنيبوا إلى ربكم وأسلموا له وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. എന്താ പറഞ്ഞത്?
സ്വന്തം നഫ്സുകളോട് അക്രമം പ്രവർത്തിച്ച എന്റെ അടിയാന്മാരെ സ്നേഹത്തോടെ വിളിക്കുന്ന, അക്രമം പ്രവർത്തിച്ചവരോട് പോലും യാ ഇബാദി എന്ന് സ്നേഹത്തോടെ അള്ള വിളിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്താ അള്ള പറഞ്ഞത്? നിങ്ങൾ എന്റെ കാരുണ്യത്തിന് നിരാശരാവേണ്ട, അള്ള എല്ലാ പാപവും പുറത്തുതരും, എല്ലാം പുറത്തുതരും. അവൻ ഗഫൂറാണ്, റഹീമാണ് അല്ലെ. അവൻ ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്, കാരുണ്യവാനാന്നല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്ക്, അനീബൂ, അതാണ് താഴ്മയോടെ നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങും. അനീബൂ ഇലാ റബ്ബിക്കും അസ്ലിമൂ ലഹു, അവന് കീഴ്പ്പെടുകയും ചെയ്യുക. അസ്ലിമു, ഇസ്ലാം, മുസ്ലിം. നമ്മള് മുസ്ലിങ്ങളാണ് നമ്മളിങ്ങനെ പറയുന്നല്ലേ. എന്ത് മുസ്ലിം? നമ്മൾ എപ്പോഴും മുസ്ലിം ആയിട്ടുണ്ടാ? ശരിക്കും 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 ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ആകാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ ആകുന്നുണ്ട്, നമ്മൾ എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്നുണ്ട്. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാല്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എത്ര പഠിച്ച്, നമ്മൾ എത്ര കേട്ട്, നമ്മൾ എത്ര അമൽ ചെയ്ത്, എന്നിട്ട് എന്താ നമ്മൾ ശരിക്കും പരിപൂർണമായിട്ടും അള്ളാഹുവിലേക്ക് അങ്ങേറ്റ താഴ്മയോടെ നമുക്ക് എല്ലാം റബ്ബിന് സമർപ്പിക്കാൻ, റബ്ബിന് വേണ്ടി റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ അമലുകൾ നമുക്ക് ആക്കാൻ, നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത, റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണെന്നുള്ള ഓർമ്മ, അള്ളാഹുവിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം, ഇഷ്ടം, അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനാണോ ജീവിക്കുക ദുനിയാവില്? ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? നമ്മളെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയാണോ നമ്മൾ പണിയെടുക്കുന്നത്? നമ്മൾ പണി തേച്ചില്ല എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടി നമ്മളൊക്കെ പണിയെടുക്കുന്നത്? എന്താ അള്ള പറഞ്ഞെന്നറിയോ? നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിലേക്ക് താഴ്മയോടെ നിങ്ങൾ മടങ്ങിയിട്ടില്ലെങ്കിൽ, എന്ത് വരുന്നതിന് മുമ്പ് നിങ്ങൾ മടങ്ങിക്കോന്ന് അള്ള പറഞ്ഞെന്നറിയോ? മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് മടങ്ങിക്കോ, അള്ളാഹുലേക്ക് ഒതുങ്ങിക്കോ, അള്ളാഹുലേക്ക് കീഴൊതുങ്ങിക്കോ. കാരണം സുമ്മ ലാ തുൻസറൂൻ, പിന്നീട് നിങ്ങളെ സഹായിക്കാൻ ആരുണ്ടാവൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവൂല. നമ്മളെ കർമ്മങ്ങള് നമ്മൾ ചെയ്തു വെച്ചത് അത് മാത്രമേ ഉണ്ടാവും. അവിടെ വെച്ചിട്ട് നമ്മൾ ഖേദിക്കുന്ന, നഖം കടിക്കുന്ന കുറ്റവാളികളെ പോലെ തലകുനിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർമ്മിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആ അടിമകളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഓർമ്മിക്കുക, ഓരോ ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളാകുന്നുണ്ടോ? അങ്ങനെ നമുക്കാകാൻ കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ? സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണല്ലേ നമ്മളെല്ലാരും. എന്നിട്ട് ഈ ആയത്തുകളൊക്കെ നമ്മൾ എത്ര വർഷങ്ങളായി നമ്മൾ ഓതുന്നു? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ ഓതാണല്ലേ, ഒരു യാന്ത്രികമായിട്ട് ഒരു സ്വിച്ച് ഇട്ടാല് ഫാന് കറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണല്ലോ പലരും അല്ലെ. അത് നമ്മൾ അവിടെ ഓണാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട വെള്ളം അത് എടുത്തോളും. അതങ്ങനെ എടുത്ത് കറങ്ങി അല്ലെ, അലക്കി, പിന്നെ അതെന്നെ ഓമ്പി അത് ഉണക്കി അതിങ്ങനെ നമ്മൾക്ക് തരും, സെറ്റാക്കി. അതേപോലെയല്ലേ നമ്മളും ചെയ്യുന്നത്. നമ്മളെന്തോ ഒരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെ. ഇപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാത്റൂം പോകും, കൊടുക്കും, വരും, നിസ്കാര കുപ്പായിടും, നിസ്കരിക്കാൻ മുസല്ല വിരിക്കും, നിസ്കരിക്കും അല്ലെ, നിസ്കരിച്ച് കഴിഞ്ഞാൽ ദിക്റ് ചൊല്ലും, ദിക്റ് ചൊല്ലി കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ടാവും. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവും.
പക്ഷെ അതെന്താ ഒരു യാന്ത്രികമായ ഒരു കർമ്മം പോലെ. അങ്ങനെ പോരാട്ടാ. ഇത് എന്നോട് തന്നെ ഞാൻ പറയുന്നതാണ്, നിങ്ങളോടല്ല, എന്നോട് തന്നെ ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ട് ഒരു മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിച്ച പോരാ. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല അടിമകളായി ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യണമെന്നാണ്. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടെ നല്ല നിയത്തോടെ കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു മുസ്ലിമായി ജനിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകിയല്ല, ഒരു മുസ്ലിമായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകിയ റഹ്മാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഖുർആനിന്റെ ആൾക്കാരായി ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം തന്നല്ലാഹുവേ. ഹിദായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം തന്നല്ലാഹുവേ. ഞങ്ങളെ നീ തെറ്റിക്കില്ലേ അല്ലാഹ്. പിശാചിന്റെ കെണിയിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ പരിപൂർണമായ സംരക്ഷണം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു തരത്തിലും പൈശാചികമായ പ്രേരണകൾക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കാതെ നീ ഇഷ്ടപ്പെട്ട, നീ തൃപ്തിപ്പെട്ട നല്ല അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നിന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർത്തി നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ ഞങ്ങളെ ആക്കണമേ റഹ്മാനെ. നേരായ വഴിയിൽ ചൊവ്വായ പാതയിൽ സഞ്ചരിക്കാൻ, അതിലൂടെ സഞ്ചരിച്ച് നിന്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാൻ, അതിനുതകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാള് സ്വർഗത്തിൽ പ്രവേശിക്കൂല അല്ലാഹുവേ. നീ കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ മനുഷ്യരാണ്, നിന്റെ ദുർബലരായ സൃഷ്ടികളാണ് അല്ലാഹുവേ. ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 തിന്മകൾ ഞങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ. അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ ഇൽമിന്റെ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ചെയ്തുപോയ തിന്മകൾക്കെല്ലാം പകരമായി ഒരുപാട് 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 സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ ഈമാനികമായ നല്ല അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും നിന്റെ ദീനിന്റെ വഴിയിൽ തൗഹീദിന്റെ പാതയിൽ സഞ്ചരിക്കാൻ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും മുസ്ലിം ഉമ്മത്തിനെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. അറിവില്ലായ്മയുടെ പേരിൽ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. മുസ്ലിം എന്ന പേര് പക്ഷെ ശിർക്ക് ചെയ്യുന്നു, ബിദ്അത്ത് ചെയ്യുന്നു. അറിവില്ലായ്മയാണ് അല്ലാഹുവേ പലപ്പോഴും അവരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കാരണമാക്കുന്നത്. അല്ലാഹുവേ എല്ലാവർക്കും യഥാർത്ഥ അറിവ്, സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടകന്ന് യഥാർത്ഥ തൗഹീദിന്റെ അനുയായികളായി ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുവഹിദുകളായി എല്ലാവർക്കും ജീവിക്കാനുള്ള ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാദാനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് ദുആ വസിയത്ത് ചെയ്യാറുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ടും പലതരം പരീക്ഷണങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും നീ ക്ഷമയും സമാധാനവും ആശ്വാസവും ശിഫയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹുവേ ആശ്വാസം നൽകണേ, സമാധാനം നൽകണേ റഹ്മാനെ. ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് നീ വിജയം ശക്തിയും നൽകണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. كلمة عليكم وعليكم السلام السلام ورحمة الله وبركاته. عليكم السلام ورحمة الله. السلام عليكم ورحمة الله وبركاته. الله خير. وعليكم മോദിമ السلام നിങ്ങൾ ورحمة പറഞ്ഞില്ലേ الله. ദുആന്റെ കാര്യം, آه. ഇങ്ങനെ ഒരു ദുആയിട്ട് തരും, ഞങ്ങള് പഠിച്ചോളാം ഇൻഷാ അല്ലാ. ഇൻഷാല്ലാ അതങ്ങനെ ഇട്ട് തന്നാലൊന്നും പെട്ടെന്ന് പഠിക്കാനൊന്നും കഴിയൂല. അല്ല അങ്ങനെയല്ല, ഗ്രൂപ്പിലെല്ലാം ഇട്ടെന്നാലും ഷെയർ ചെയ്താല് ചിലപ്പോ അതങ്ങ് മൈൻഡ് ആക്കാതെ വിടും. ഒന്ന് മെനക്കെട്ടിട്ട് എല്ലാരും റെഡി ആണെങ്കിൽ ഇൻഷാല്ലാ പഠിപ്പിച്ചുതരാം. ഇൻഷാ അല്ലാ റെഡിയാവും. അതല്ല, നിങ്ങൾ എനിക്ക് അയച്ചു, ഞാൻ അയച്ചും കൊടുക്കാം. പിന്നെ ഒരു വീക്കിൽ നമുക്ക് പറയാനും പഠിക്കാനും പറയാം ഇൻഷാ അല്ലാ. ഇൻഷാല്ലാ. പക്ഷെ ഇന്നത്തെ ഒരു മണിക്കൂറായിരുന്നു സ്റ്റാർട്ട് രീതിയിൽ. എങ്ങനെ എങ്ങനെ ഒരു മണിക്കൂർ പോയതറിയില്ല, പെട്ടെന്ന് തീർന്ന പോലെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമല്ലോ അല്ലെ? റെക്കോർഡ് കിട്ടും ഇൻഷാ وعليكم السلام ورحمة الله وبركاته. جزاك സത്യം الله എന്റെ خير. തൊണ്ട വരളന്ന് വട്ടിയിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടാ ഞാൻ ക്ലാസ് എടുത്തെ. ജോയിൻ ചെയ്തത് ഞാന് ശുക്രന്റെ നോമ്പ് വെച്ചിട്ട് പോയിട്ടാണ് ഇന്നലെ പറഞ്ഞു. ജമീൽ എന്നാല് മീറ്റിംഗ് എൻഡ് ചെയ്ത് നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. മീറ്റിംഗ് ഒന്ന് എൻഡ് ചെയ്തോ. جزاك الله خير. ഇൻഷാ അല്ലാ.